എൻ്റെ മക്കള് അങ്ങനെ കരയാറില്ല. ഇവര് എന്തെങ്കിലും റീസൺ ഇതിപ്പോ അവനങ്ങനെ കരയാം, ഞാൻ ഒന്ന് കരഞ്ഞോട്ടെ എന്ന് ബിഗ് ബോസിന്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് അവൻ കരഞ്ഞത്. അവൻ കരഞ്ഞത് ഞങ്ങൾ ഓർത്തിട്ടാണ്. അവിടെ ഏറ്റവും ജെന്യുവനായിട്ട് നിൽക്കുന്നത് ഉനീൽ സാബു ആണെന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം പല ആൾക്കാരും കോണ്ടന്റിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ശരിക്കും ബോൺ ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പൊ അത് ഓഡിയൻസിന് മനസ്സിലാവണം. പുള്ളി കളിക്കണില്ലാന്ന് എനിക്കൊരിക്കലും അപ്പോഴും ഈ പറയുന്ന ഓഡിയൻസിന് വേണ്ട ഇതേപോലത്തെ ചീപ്പ് കോണ്ടന്റ് മേ ബി അങ്ങനെ ആയിരിക്കാം. അതാണ് ഇപ്പോഴത്തെ ഗെയിം പ്ലാൻ കാണുമ്പോൾ ഇവർ ഓൾറെഡി കുറെ പഠിച്ച സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് തോന്നുന്നു. അതാണ് ലക്ഷ്മണൊന്നും ചെയ്യാനല്ല. ലക്ഷ്മി സോറി പറഞ്ഞ് എഴുതി മറ്റാ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി അവിടെ സോറി പറഞ്ഞ് ലക്ഷ്മി എന്താ ചെയ്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒനിലിനെ പോലുള്ള ഒരാളുടെ കഴിഞ്ഞ സീസണില് അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ സീസണില് സദാചാരം വർക്കായി. ഈ സീസണിൽ സദാചാരം വർക്കായ മാജിക് പവർ ഉള്ള ഒരാളുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞ ആളടുത്ത് പക്ഷേ അവര് ചോദിക്കണ ചോദ്യം അത് തന്നെ ഒരു ആദ്യം ചോദിച്ചവനെ അങ്ങനെ സത്യം കിട്ടും. അല്ല ഇതേപോലത്തെ പൊട്ടത്തരം ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത്. അതേപോലെ ഗെയിം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒന്നിലിന് റിപ്ലൈ കൊടുത്തേനെ. അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തിനാണ് വോട്ട് ചെയ്തത്? നാളത്തേക്ക് വെക്കാം. നമുക്ക് പറഞ്ഞുവിടേണ്ടവർ ഇന്ന് പറഞ്ഞുവിടാം. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഹായ് ഹലോ നമസ്കാരം. ബിഗ് ബോസ് ഷോ ഇങ്ങനെ 50ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. 50ാമത്തെ എപ്പിസോഡിലെ ഒരു കപ്പിത്താൻ നമുക്കുണ്ട് ഒനീലിൻ്റെ ഫാമിലി ഉണ്ട്, അതിലുണ്ട് ഒരു കപ്പിത്താൻ. സർ നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഓക്കെ, ഞാൻ സബ് സാറിന് സംസാരിക്കും. ഇവിടെ വന്നതിന് ശേഷമാണ് ക്യാപ്റ്റൻ ആണെന്ന് അറിയുന്നത്. ഇപ്പം ഷോയ്ക്കുള്ളിൽ അദ്ദേഹം ഒരു ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ? ഫീലിംഗ് ഓൾവേസ് പ്രൗഡ് ഓഫ് ഹിം. പിന്നെ അവന്റെ കരിയറിൽ അല്ലെ അവന്റെ ഒനിൽ സാബുമന്റിന് ബിഗ് ബോസ് ഹൗസ് എല്ലായിടത്തും പുള്ളി ഒരു ലീഡറായി മാറാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ബിഗ് ബോസ് ഹൗസിലും ക്യാപ്റ്റനായി. പിന്നെ ഓഫ് കോഴ്സ് ലെറ്റ് ഹിം ലീഡ്. അമ്മയുടെ കോളാണ് ശരിക്കും ഞാനിപ്പോൾ ഇവിടെ എത്താൻ കാരണം. ബിക്കോസ് കഴിഞ്ഞ ആഴ്ചയിൽ ആ കോളിൽ അമ്മ ഭയങ്കര പ്രൗഡായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ വളർത്തിയ എൻ്റെ മോൻ മോശമാവില്ല, നീ നല്ല കുട്ടിയാണ് എന്നുള്ളത്. ആ സമയത്തിലൊക്കെ കുറേ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചു. കാരണം എൻ്റെ മക്കള് അങ്ങനെ കരയാറില്ല. എന്തെങ്കിലും റീസൺ ഇതിപ്പോ അവനങ്ങനെ കരയാം, ഞാൻ ഒന്ന് കരഞ്ഞോട്ടെ എന്ന് ബിഗ് ബോസിന്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് അവൻ കരഞ്ഞത്. അവൻ കരഞ്ഞത് ഞങ്ങൾ ഓർത്തിട്ടാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കാരണം അവനറിയാം മമ്മി കാണുന്നു, അത് ഓർത്തിട്ടാണ് നമുക്ക്. പക്ഷെ പറയുന്നുണ്ടായിരുന്നു എന്റെ പേരൻസിന് നമ്മളെ ഇവരെല്ലാരും ഫ്രണ്ട്സും ഈ കുട്ടികളൊക്കെ മോന്റെ അനിയന്റെ കൂട്ടുകാരാണ്. പക്ഷെ അവരൊക്കെ ബിബു എന്നാ വിളിക്കണം, ബിഗ് ബ്രദർ. എല്ലാരും അവനെ വിളിക്കണം അങ്ങനെ ബിബു ബിബുന്ന്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഒരു സങ്കടമായി പോയത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ശരിക്കും ഒരു ദുഃഖമായിരുന്നു അതെല്ലാവർക്കും, നമ്മുടെ അയൽവക്കക്കാർക്കും നാട്ടുകാർക്കും. കാരണം ഒനിയിലും അറിയണവരെല്ലാരും അങ്ങനെ അത് പറയുള്ളൂ. പിന്നെ എനിക്ക് പറഞ്ഞു അതിനുശേഷം ലാലേട്ടന്റെ കോളാണ് കിട്ടുന്നത്. റിയലി എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം എനിക്കെന്ത് പറയണമെന്ന് പക്ഷെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എൻ്റെ മോനോട്. ഞാൻ പറയാൻ എൻ്റെ ഉള്ളിൽ തട്ടിയാണ് ഞാൻ ആ പറഞ്ഞത് എൻ്റെ മോനോട്. കാരണം അവൻ മമ്മി ഞാൻ ഒന്നിനും വിഷമിക്കില്ല മമ്മി, ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നീ എൻ്റെ മോനാണ്, നീ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം. കാരണം നമ്മളവനെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത നമ്മളേലും അധികം അവര് വലുതായിരിക്കുന്നു.
ഓക്കെ. ബ്രദർ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയാണ്. നിങ്ങൾ പറയുന്ന പോലെ ബിഗ് എന്ന് വിളിക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ അതിനൊരു കണക്ഷൻ ഉണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്നുള്ള രീതിയിൽ. അപ്പം എങ്ങനെയാണ് ബ്രദറിന്റെ പെർഫോമൻസിനെ കാണുന്നത്? വീട്ടിലുള്ള പോലെ തന്നെയാണ് അവിടെയും? പുള്ളി എപ്പോഴും സൂപ്പർ തന്നെയാണ്. പുള്ളി ഇപ്പോഴാണ് എടുത്ത് കാണിക്കുന്നത്. ഫസ്റ്റ് തൊട്ട് കളിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിട്ടുള്ളതും. എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും തോന്നുന്നത് നമ്മ ആ പുള്ളിയുടെ ഓരോ പുള്ളി മാസ്റ്റർ മൈൻഡാണ് പുള്ളി. അപ്പോൾ ആ ഒരു മാസ്റ്റർ പ്ലാൻ ഇട്ട് അതെങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്ത് അതെങ്ങനെ പോകുന്നു, അതാണ് പുള്ളിയുടെ മെയിൻ ടാക്ടിക്സ്. അത് പുള്ളി ശരിക്കും മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടായി. അവിടെ നടന്ന കുറെ കാര്യങ്ങൾ അങ്ങനെയാണ് പോയത്. പക്ഷെ പുള്ളിയുടെ ഇപ്പോഴാണ് എനിക്ക് ഡ്രസ് വന്നതിന് ശേഷം FC ബോയ് ആയി. FC ബോയ് വേറൊരു ആളാണ്, വേറൊരു വൈബുള്ള വ്യക്തിയാണ്. പ്രിൻസാബ് മറ്റേ ഡീസന്റ് ഡിസിപ്ലിൻ, മറ്റേ എല്ലാം കോമ്പറ്റീഷനിൽ ജയിക്കുന്ന ആള്, കളിക്കുന്ന ആള്, ഫെയർ പ്ലേ അതായിരിക്കും. FC ബോയ് അല്ലേ? അതെ അതെ. ഇപ്പം അമ്മയ്ക്കും ബ്രദറിനും ഒക്കെ അറിയാത്തത് സുഹൃത്തിനായിരിക്കും കൂടുതലും അറിയാൻ പറ്റുക, കുറച്ച് വേറൊരു വേർഷൻ. ശരിക്കും നിങ്ങളുടെ ഗ്യാങ്ങിന്റെ ഇടയിൽ എങ്ങനെയാണ്? ഞങ്ങളുടെ ഗ്യാങ് എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങള് ഇപ്പൊ ഞാനും ടാറ്റും തമ്മിലാണ് ഏറ്റവും ക്ലോസ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞങ്ങളുടെ ഗ്യാങ് ഒനിലിന്റെ ബ്രദറുമായിട്ട് 14 years ഡിഫറൻസ് അനിയന്മാരാണ്. അപ്പൊ അതാണ് ഞാനും വിളിക്കുന്നത് ബിഗ് ബൂ തന്നെയാണ്. ഞാനും ഇതേപോലെ സ്കൂൾ കാലഘട്ടങ്ങളിൽ കാണുന്നതായി ടാറ്റിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട് UK. അങ്ങനെ ഞാൻ ഫസ്റ്റ് എന്റെ 12th ആനുവൽ ഡേക്കാണ് പുള്ളിനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ തുടങ്ങിയുള്ളൊരു ബന്ധമാണ്. എന്റെ 16-17 years തുടങ്ങിയിട്ട് ഞാൻ കാണുന്ന മനുഷ്യനാണ്. അവിടെ ഏറ്റവും ജെന്യുവനായിട്ട് നിൽക്കുന്നത് ഉനീൽ സാബു ആണെന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം പല ആൾക്കാരും കോണ്ടന്റിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആകെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്റെ POVയില് ഓർഗാനിക് കോണ്ടന്റ്സ് ആണ് ശരിക്കും വേണ്ടത് ബിഗ് ബോസിൽ. അത് കൊടുക്കുന്ന വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാവരും കോണ്ടന്റിന് വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്നു. പേഴ്സ്പെക്റ്റീവ് ആണ് അത്. ആൾക്കാര് മലയാളി ഓഡിയൻസിന് വേണ്ട പേഴ്സ്പെക്റ്റീവ് അതാണെന്നും പറഞ്ഞിട്ട് അതല്ല ആക്ച്വൽ ഷോ. അതെനിക്ക് തോന്നുന്നത് മനസ്സിലായി കളിക്കുന്ന 1-2 പേര് ഒരാള് ഉനീൽ സാബു. പുള്ളി അവിടെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതൊരു സൊസൈറ്റിയിൽ സംസാരിക്കപ്പെടുന്ന വിഷയങ്ങളാണ് എന്തായാലും. മറ്റേ ലൈക്ക് അവിടെ സാധാരണ ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന വിഷയങ്ങളല്ല. സാധനം കട്ടെടുത്തിട്ട് അതൊരു കണ്ടുണ്ടാക്കി വെക്കാം, ശരിയായിരിക്കാം, എന്റർടൈൻമെന്റ് ആയിരിക്കാം. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എന്താണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? റിഫ്ലക്ഷൻ സൊസൈറ്റി. അപ്പൊ ഒരു മിററാണ്. ആ മിററിൽ നമുക്ക് സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നത് അതാണ് കാണിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിയാണ് ശരിക്കും പുള്ളി ഇടപെടുന്ന കാര്യങ്ങൾ മാത്രമേ ഇടപെടുള്ളൂ. പക്ഷേ ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോൾ ഇടപെടേണ്ടാത്ത കാര്യങ്ങളിലും ഇടപെടണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് അവിടെ ഉള്ളത്. ആകെപ്പാടെ ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു 16 പേരെ ഉള്ളൂ. അപ്പം ഞാൻ ഇടപെടേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഈ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, അത് അങ്ങനെ ഒരു POV ആൾക്കാർ പറയുന്നുണ്ട്, പുള്ളി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പൊ നമുക്കറിയാം അവിടെ ഉണ്ടാക്കുന്ന പല സിറ്റുവേഷൻസും ആൾക്കാർ കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്. എന്തിനും നമ്മൾ അതിൽ പോയി തലവെച്ച് കൊടുക്കണം. നമ്മ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് അത് വേറെ രീതിയിൽ പുറത്തു വന്നു. എന്നിട്ട് നമ്മുടെ തന്നെ സ്വന്തം ഗെയിം കളയേണ്ട ആവശ്യമില്ല. അല്ല അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ ഒണിയിൽ ഒരു ഗെയിം കളിക്കുന്നുണ്ടോ, ദാറ്റ് ഈസ് ഒണീസ് ടൈപ്പ് ഓഫ് ഗെയിം പ്ലേ അല്ലേ? ഒണിലിന്റെ ഗെയിം പ്ലേ വെച്ചിട്ട് ഒണിലൊരു മോശം ഗെയിമറാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ആസ് എ ഇൻ്റർവ്യൂവർ എനിക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മീൻസ് ഒനീർ മോശം ഗെയിമറാണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവരും ഒരേപോലാണ്, എല്ലാവരും മത്സരാർത്ഥികളാണ് എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ ഗെയിം പ്ലാൻസ് ഉണ്ട് അല്ലേ? ഒന്നിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള സ്ട്രാറ്റജിയും ഗെയിം പ്ലാൻസും ഉണ്ട്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നില് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഡൗട്ട്ഫുൾ ആയിരുന്നു. അതെ, പക്ഷെ ആ ഒന്നിലല്ല ഇപ്പോൾ ചെയ്യേണ്ടത് എല്ലാം സീസണിൽ ചെയ്യേണ്ടത് തന്നെ ചെയ്യണമെന്നില്ലല്ലോ. അതെ അതെ, എന്തായാലും ഇതിന്റെ ടാക്ലിങ് 7ന്റെ പണി എന്നുള്ളതാണ്. 7ന്റെ പണീനെ ടാക്കിൾ ചെയ്യാൻ നമ്മ തിരിച്ചു 7ന്റെ പണി കൊടുക്കണം. അതിനുവേണ്ടി ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ ഇപ്പൊ മാസ്റ്റർ പ്ലാൻ, അപ്പൊ ഈ മാസ്റ്റർ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ബിഗ് ബോസ് എന്നുള്ള ഒരാൾ കേൾക്കുന്നുണ്ട്.
അപ്പൊ ആക്ച്വലി ദ ഗെയിം ഇസ് ബിറ്റ്വീൻ കോണ്ടസ്റ്റൻസ് ആൻഡ് ബിഗ് Bigg ബോസ്. Boss, അപ്പൊ അത് ഓഡിയൻസിന് മനസ്സിലാവണം. ആക്ച്വലി നമ്മൾ പുറത്തിരുന്നിട്ട് അയാളൊന്നും ചെയ്യുന്നില്ല ഇയാളൊന്നും ചെയ്യുന്നില്ല അതല്ല. വാട്ട് വി ആർ ഓൺലി സപ്പോസ് ടു ജഡ്ജ് ദം ഓൺ വാട്ട് വി സീ. അതല്ലാണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണമായിരുന്നു ഇങ്ങനെ ചെയ്യണമായിരുന്നു നമ്മൾ ഇവിടെ ഒപ്പീനിയൻ കൊടുത്തിട്ട് നമുക്കിപ്പോ പുറത്തിരുന്നിട്ട് എന്ത് വേണേലും പറയാം. എന്ത് വേണമെങ്കിലും പറയാം. അവരെ കുറ്റപ്പെടുത്തി ഹിസ്റ്ററിയില് ആ ജയിലിൽ കിടന്നപ്പോ ടൈം പറഞ്ഞ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഒനിൽ സാബുവാണ്. അതിലൊരു കാരണമുണ്ട്. അത് കാരണം എന്താണെന്നറിയോ, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒന്നിയില് ആ ഗെയിമിൽ വന്നിട്ട് കറക്റ്റായിട്ട് അല്ലെങ്കിലും ടൈം പറയും. ഓക്കെ, ഞങ്ങ പുള്ളിയുടെ POV കാണാറ് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ ലൈവിൽ പുള്ളിയുടെ സംസാരം നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ പുള്ളി എപ്പോഴും ടൈം പറയും. പുള്ളി എപ്പോഴും ഇന്നത്തെ ഡേ ഏതാണ്. ഇപ്പൊ ഇന്ന് വരെ ഇന്നത്തെ ഷാനവാസ് കിച്ചണില് ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അതില് ഷാനവാസിനെ പുള്ളി ആക്ച്വലി അവിടെ ഒരു കോട്ടി കയറ്റി സംസാരിക്കണായിരുന്നു. പുള്ളി അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഈ ഇത് നടന്ന തീയതി എന്ന് പറയുന്നത് ഇന്നാണ്, അന്ന് നിവിന് ഇവിടെ ഇല്ല, അന്ന് നിവിൻ പുറത്തു പോയതാണ്, അതെ, അത് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, അത് കേട്ടിട്ടുണ്ടായിരുന്നു. 26-ാം തീയതി ഇവിടെ ഇങ്ങനെയുണ്ട്, 25-നാണ് ഇങ്ങനെ നടന്നത്. അതിനുശേഷമാണ് ആ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നുള്ള ടോക്ക് ഫുൾ ഓൾ ഹൗസിൽ വന്നത്. ഞാൻ പറഞ്ഞ ഇന്നത്തെ സംഭാഷണം. ഇന്നത്തെ അല്ല, അതിന് മുമ്പ് അങ്ങനെ ഇന്ന് ലൈവിലുണ്ടായത് സാറ്റർഡേ ഞാൻ പറഞ്ഞ പുള്ളി ഓരോരുത്തർ പോയതും കൂടി പുള്ളി പറയും. പുള്ളി ആ ടൈം പറയും. ഓക്കെ, പുള്ളി അത്രയും കാൽക്കുലേറ്റഡ് ആണ്, അത്രയും ഓഡിറ്റഡ് ആണ്, പറയുന്ന ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബിഗ് ബോസ് നമ്മത് കണ്ടില്ലെങ്കിലും ബിഗ് ബോസ് ഇത് കാണുന്നുണ്ട്. ബിഗ് ബോസ് എല്ലാം കാണുന്നുണ്ട്. അതെ അതെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വേർഡിക്റ്റ് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇത് കാണുന്നുണ്ട്. അതെ അതെ, ഒരു 70-75 ക്യാമറാസ് ഉണ്ട് അവിടെ. പോലും ബിഗ് ബോസ് കാണുന്നു. ഒനിയിൽ ഇന്ന് രാവിലെ ഷാനവാസ് ആയിട്ടുള്ള ഷാനവാസ് ഒനിയില് നിവിനുണ്ടായില്ല, പിന്നെ കിച്ചണിന്റെ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായി, ഇൻസിഡന്റ് മനസ്സിലായി. അല്ല, അവന്റെ ബർത്ത്ഡേ അവിടെ എല്ലാ ഡേറ്റ്, പിന്നെ ഓരോ ആഴ്ചയിൽ ഓരോരുത്തർ പോയ കഥ കൂടി പറഞ്ഞു. ഞാനിവിടെ ഷോക്കായിട്ട് നിൽക്കണായിരുന്നു. ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ഇത് ഓൾറെഡി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുള്ളിക്ക് അങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ കാൽക്കുലേറ്റ് ടൈം, സോ ലെറ്റ് ഹിം ഡു ഇറ്റ്. അങ്ങനെ വിചാരിക്കാം. പുള്ളി ആക്ച്വലി കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. ഒരു ഉദാഹരണത്തിന് ഒരു അല്ലേ, വളരെ സിമിലർ ആയിട്ട് പറയാൻ പറ്റും പുള്ളിക്ക്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കുറച്ച് അതിഥികൾ എത്തിയിട്ടുണ്ട്, നമ്മളത് കണ്ടിരുന്നു, ഹോട്ടൽ ടാസ്ക്. അപ്പം എനിക്ക് തോന്നുന്നു 3 ദിവസം പെർഫോമൻസിൽ ആൾക്കാരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് 3 ദിവസവും സെയിം ക്യാരക്ടർ കൊടുത്തതുകൊണ്ട് കുറച്ചധികം ആൾക്കാർ അടുക്കളയിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒനിയിൽ അങ്ങനെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ഇന്ന് ഒരു ഗോൾഡ് കോയിൻ ഇന്നും കിട്ടി, കഴിഞ്ഞ ആഴ്ചയിലും കിട്ടി. പക്ഷെ ഞാനത് എവിടെയും കണ്ടിട്ടുള്ളൂ. ഹോട്ടൽ ടാസ്കില് പബ്ലിക് ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. പബ്ലിക്കില് ഡിഫെൻഡിങ് ഹിം, ബട്ട് മിക്കവരും പുള്ളി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കളിച്ചെന്നുള്ളത് ഞാൻ പറയുന്നത്. റിയാസിന്റെ ക്യാപ്റ്റൻ ആ ഒരു നോമിനേഷനിൽ തന്നെ ഇവിടെന്റ് ആണ്. അവിടെ പറയുകയാണെങ്കിൽ ഷാനവാസ്, അനീഷ്, ഒനിൽ നിന്നാണ് കുറെ കണ്ടത്. അവര് പറയണ പോലെ തന്നെ പുള്ളി ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവിടെ കളിച്ചത്. പിന്നെ അത് അവിടെ ഇതിന്റെ അകത്തൊക്കെ സംസാരിക്കുകയും ചെയ്ത് സംസാരിക്കും. പിന്നെ ആദിലയുടെയും ആര്യന്റെയും ഇഷ്യൂവിന് അവൻ നന്നായിട്ട് സംസാരിച്ച്. ഇവൻ റിയാസ് അവനെ ഡയറക്റ്റ് ക്യാപ്റ്റനിലേക്ക് ഷാനവാസും അനീഷോടെ കാണിച്ചത് അതും ഒരു രീതിയാണ് ആ ഗെയിം കളിക്കാൻ പറ്റിയത്. മറ്റേതും ഒരു രീതിയാണ് ആ ഗെയിം കളിക്കാൻ പറ്റിയത്. രണ്ട് രീതി കളിക്കാം. ഇത് പുള്ളി കളിച്ചു, അത് അവര് കളിച്ചു. സോ ഇൻ പബ്ലിക് ഒപ്പീനിയൻ നോക്കുമ്പോ ആ രണ്ടുപേരും ഈ പുള്ളിയാണ് ഏറ്റവും. അതല്ലാണ്ട് ഒരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ക്യാരക്ടർ സ്വിച്ച് ക്ലാസിക് ഈ ഹോട്ടൽ ടാസ്കിൽ എപ്പോഴും ക്യാരക്ടർ സ്വിച്ച് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഈ ആഴ്ച അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു, സാബുമാൻ എന്ന് പറഞ്ഞ ആള്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചേട്ടൻ അവിടെ കൂടി ചോദിക്കുന്നുണ്ട്, വൈ കാണ്ട് ഐ ബി ദ ജനറൽ മാനേജർ. അപ്പൊ ഇത് ആക്ച്വലി സാബുമോന്റെ അടുത്ത് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് മേടിച്ചെടുക്കേണ്ട ഒരു സാധനം. മിക്കവാറും ലാലേട്ടൻ എപ്പിസോഡിൽ വരുമ്പോൾ അത് ക്ലിയർ ചെയ്യും, വാട്ട് വാസ് ഹിസ് പവേഴ്സ്. അപ്പൊ ഇത് സാബുമോന്റെ അടുത്ത് ഉന്നീൽ സംസാരിക്കുന്നുണ്ട്, എനിക്ക് ജനറൽ മാനേജർ ആവാൻ പറ്റും. ആ ചോദ്യം വേറെ ആരും ചോദിച്ചിട്ടില്ല, അത് ശരിയാണ്. ഒന്നീല് കഴിവാണ്. പക്ഷെ അതേപോലെ സാബുമാൻ ആ റിസ്ക് എടുക്കണം. എന്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞെന്താണ്, ചെയ്യാൻ പറ്റാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ പവർ പോകും. ബട്ട് എന്നിട്ട് എന്ത് ചെയ്തു, അവനെ ആരെങ്കിലും എന്തെങ്കിലും വിശ്വസ് അയച്ചോ എന്ന് എനിക്ക് അറിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ചോദിച്ചത് അതാ പറഞ്ഞു. അപ്പൊ അവനൊന്ന്
ഇനി ആര് ചോദിച്ചാൽ പോലും ആ റിസ്ക്, ആ ഒരു സാധനം റൈറ്റ് ഹാൻഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡിലോട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് റൈറ്റ് ഹാൻഡിലോട്ട് മാറ്റിയ ആ പവർ അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആ റിസ്ക് എടുത്ത് ചെയ്യണം. എന്നാലേ നമ്മൾ അവനെ ഇതാക്കത്തുള്ളൂ. അത് ആ ചോദ്യം ചോദിച്ചതിൽ വി ആർ പ്രൗഡ്. ആക്ച്വലി ഞാൻ ഗെയിം കാണുന്ന ആളെന്നുള്ള രീതിയിൽ ആക്ച്വലി യു ആസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ബട്ട് ആ ചെയ്തു തരേണ്ട ആൾക്ക് അതിനുള്ള ഒരു ധൈര്യം ഇല്ലാണ്ട് മീൻസ് കാര്യം മനസ്സിലായോന്ന് പോലും അറിയില്ല. ബട്ട് ഈ ജനറൽ ഒപ്പീനിയൻ പറയുന്നതാ. ഹോട്ടൽ ടാസ്കിൽ ഒതുങ്ങിപ്പോയ ഒരാളല്ല, കിച്ചണിൽ ഒതുങ്ങിപ്പോയ ഒരാളല്ല. പുള്ളി കൃത്യമായിട്ട് അവിടെ ഗെയിമിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അത് ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല എപ്പിസോഡിൽ എവിടെയെങ്കിലും വന്നത്. ബട്ട് ലൈവിലുണ്ട്, അത് എവിഡന്റ് ആണ്. അമ്മയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ആദ്യം ഇടയ്ക്ക് ആദ്യത്തെ വീക്ക് അല്ലെങ്കിൽ 1 to 3 ഈ ഒന്നിയിലും ജിസയിലും തമ്മിലുള്ള ഒരു കോംബോ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നീട് അത് നഷ്ടപ്പെട്ടു. പക്ഷെ ആ സൗഹൃദം കുറച്ചും കൂടെ സാബു അതിനെ എൻജോയ് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ അത് ശ്രദ്ധിച്ചോ? അങ്ങനെ ഒരു സൗഹൃദം ഞാൻ പറഞ്ഞുതരാം. അവൻ ആരോടത്ത് സംസാരിച്ചാലും ഒരു പ്രാവശ്യം ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചപ്പോൾ ചോദിച്ചു, പിന്നെ അക്ബറൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, അന്ന് ചോദിച്ച് ആര്യനും ഒന്നിലും കൂടി എന്താണ് ജിസയിലുള്ള വ്യത്യാസം. പിന്നെ ആര്യ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ആണ്, ഒന്നില് ഓർമ്മയുണ്ടാകും, ഓണിലാണെങ്കിൽ ആന്റിബയോട്ടിക്സ് ആണ്. കാരണം ഒന്നിൽ അത്രയും വിവരം ആര്യനില്ലല്ലോ എന്ന് ജിസയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് എല്ലാം കാണുന്നത് ആ പോയിന്റ്. കാരണം ജിസയിൽ വന്നിട്ട് ഒന്നിലോട് ചോദിക്കുന്ന ഓരോരോ വിവരങ്ങളുള്ള ആര്യൻ സ്പീക്സ് ഫോർ അവേഴ്സ്. We just need to speak with only for just 15 minutes. ആ 15 മിനിറ്റ്സിൽ പുള്ളിക്കാരിക്ക് വേണ്ടത് ഒന്നിന്റെ പിന്നെ ഏത് ലാംഗ്വേജിനെ കുറിച്ച് ചോദിച്ചാലും ഹിബ്രു ആയാലും അതായാലും ഏത് ലാംഗ്വേജ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മീൻസ് ഒരു ചെറിയൊരു പ്രണയം ചായ്വ് ഉണ്ടോ ആദ്യത്തെ ആഴ്ചയിൽ അങ്ങനെ ചർച്ച, അങ്ങനെ ഒരു സംസാരം വന്നിട്ടുണ്ടായിരുന്നു. ഓഡിയൻസിന്റെ കോളം നമ്മൾ എടുക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ചോദിച്ചേ. കണ്ടിട്ടില്ല. അവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത്, നമ്മൾ ഇതിനെപ്പറ്റി പബ്ലിക്കലി സംസാരിക്കുമല്ലോ, നമ്മൾ ഇത് ഞാൻ ഇതിന്റെ വേറെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, നമ്മൾ ലൈവ് കാണുന്ന ആൾക്കാരാണ്. ലൈവില് ലൈക്ക് ത്രൂ ഔട്ട് ദ ലൈവ് കാണുമ്പോൾ ഈ ഒരു സാധനം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കണ്ടിട്ടില്ല. ബട്ട് എപ്പിസോഡിൽ വന്നപ്പോ അവര് ഒനിയിൽ ഇനീഷ്യലി കൊടുക്കാൻ ഉദ്ദേശിച്ച നറേറ്റീവ് ഇതായിരുന്നു. ബട്ട് ഏഷ്യാനെറ്റ് ഒനിയിലെ ചിത്രീകരിക്കാൻ വന്ന ഏത് പബ്ലിക് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്താലും ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിന്തിക്ക പോലും ചേരുന്നവരെന്ന് ഞാൻ ഉറപ്പ് പറയാം. അവർ രണ്ടുപേരും മാത്രമല്ല, ഒന്നിലും മാത്രമല്ല ജിസയിലും. അത് അവര് ബ്രോഡ് മൈൻഡ്, അവർ ഇതുപോലെ ലോകം കണ്ടിട്ടുള്ളവരാണ് രണ്ടുപേരും. അവരുടെ ആ ഒരു മൈൻഡിലും അവരുടെ സംസാരത്തിലും അങ്ങനെ ഒരു വിഷയം ഇല്ലാത്തത് കൊണ്ടാണ് അവർ മാറ്റിയത്, ആ നറേറ്റീവ് എടുത്ത് മാറ്റിയത്. കാരണം നടക്കാനുള്ളത് അല്ല, അത് വർക്കാകാത്തത് കൊണ്ടാണ് അത് ആര്യയിലേക്ക് മാത്രം മാറിപ്പോയത്. ഒണിയിൽ അവിടെ കയറിയിട്ട് ഒണിയിലിന് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് അഭിലാഷാണുള്ളത്. ഷാനവാസ് ഉണ്ടായിരുന്നു, നെവിനും ഉണ്ട്. കാരണം ഇവര് സിഗരറ്റ് വലിക്കുന്ന പിള്ളേരാണ്, ഇവര് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണ്. ഷാനവാസ് വലിക്കൂല, പക്ഷെ ഷാനവാസിന്റെ കൂട്ടുകെട്ട് അവിടെ ആയിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് ഇപ്പോ നെവിനായിട്ടുള്ളത്. അപ്പം നിലവിൽ ഇപ്പം ഷോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് ഒനിയിൽ നിന്ന് കുറച്ചും കൂടെ പുറത്തേക്ക് വരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? എന്തായിരിക്കും? ഈ ബിഗ് ബോസ് സീസൺ 7 എല്ലാ കണ്ടസ്റ്റൻസും ഈക്വലി ടഫാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒനിലുള്ള പോലെ സ്ട്രാറ്റജി എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഗെയിം പ്ലാൻസ് ഉണ്ട്. അപ്പൊ എല്ലാം കണ്ടുകൊണ്ട് എല്ലാവരും കളിക്കുന്നു. പക്ഷെ ഇതില് ഒനിയിലൊരു അഡ്വാൻറ്റേജ്, ഇപ്പൊ എന്റെ POVയിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കണ്ടന്റ് ഓൾമോസ്റ്റ് ട്രൈ ആയി. തീർച്ചയായിട്ടും. കാര്യം അനീഷ് റിപ്പീറ്റ് ആയി, അക്ബർ റിപ്പീറ്റ് ആയി, അവിടെ ഉള്ള പല മെയിൻ ആൾക്കാരും റിപ്പീറ്റ് ആയി. നൗ വി ആർ സ്റ്റാർട്ടിംഗ് ടു സീ ബിഗ് ബു, ഒനിൽ സാബു. ഇനി ഇറ്റ്സ് ടൈം ഫോർ FC ബോയ്. ഇപ്പൊ ആൾക്കാർ കാണുന്നില്ല എന്ന് പറയുന്ന പുള്ളിയാണ് ഇപ്പോഴത്തെ ടോക്ക്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. സ്ട്രേറ്റ് 3 weeks captaincy, finally 8th week captain. ടാസ്കിൽ പുള്ളി സൂപ്പർ ആയിട്ട് കളിക്കുന്നത്. അതാണ് പുള്ളി ക്യാപ്റ്റൻസിൽ വരുന്നത്. മാറിയിരിക്കണോണ്ടല്ല, അതെ, മനസ്സിലായോ? കാണിക്കാത്തോണ്ടാണ്.
പുള്ളിക്കാരൻ കളിക്കാത്തത് കൊണ്ടെന്ന് അല്ലെങ്കിലും എങ്ങനെ ക്യാപ്റ്റൻസിയിൽ വരും? അല്ല മീൻസ് നമ്മൾ ക്യാപ്റ്റൻസിലേക്ക് വരാനായിട്ടുള്ള കളികളൊക്കെ ഉണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്, അത് കാണുന്നുണ്ട്. അതിൽ കൂടുതൽ കാണിക്കുന്ന ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പക്ഷേ പറ്റും. ഞാൻ ലൈവ് ചോദിക്കട്ടെ, കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഓഡിയൻസ് പറയുന്നുണ്ട് കാണുന്നില്ല, ബട്ട് സ്റ്റിൽ ഹൗസ് മേറ്റ്സ് ഇയാളെ തന്നെയാണ് 3 ആഴ്ചയായിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് കാണുന്നുണ്ട്. ആക്ച്വലി അവര് കാണുന്നുള്ളത് അവള് പുള്ളിക്കാരന്റെ ഈ പറയുന്ന എഫേർട്സും പെർഫോമൻസും കാണുന്നു, അത് അനുസരിച്ചിട്ടാണ് പുള്ളിക്കാരനെ ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പുറത്തിരുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റും, ബട്ട് അവരെന്താ ചിന്തിക്കുന്നതെന്നും കൂടി നമ്മൾ അവരുടെ എന്താണ് അവരുടെ ഇതിലും കൂടി നമ്മൾ ചിന്തിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അവർക്ക് കൊടുക്കണ ഗെയിമില് അവർ എക്സൽ ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ ക്യാപ്റ്റൻസിയിൽ വന്നത്. അതെ, പുള്ളി കളിക്കണില്ലാന്ന് എനിക്കൊരിക്കലും അപ്പോഴും ഈ പറയുന്ന ഓഡിയൻസിന് വേണ്ട ഇതേപോലത്തെ ചീപ്പ് കോണ്ടന്റ് മേ ബി അങ്ങനെ ആയിരിക്കാം. അതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ് മാറിയാലും നമുക്ക് ആക്ച്വലി അവരെന്താ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോഴും ഫസ്റ്റ് 6 സീസൺ 1 to 6 വരെയുള്ള സീസൺസിൽ എന്താണ് കണ്ടത് അത് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം അവരതല്ല പഠിച്ചു വന്നേക്കുന്നത്. ദേ ഓൾ ഹാവ് ദെയർ ഓൺ ഗെയിം പ്ലാൻ. ഇപ്പോഴത്തെ ഗെയിം പ്ലാൻ കാണുമ്പോൾ ഇവർ ഓൾറെഡി കുറെ പഠിച്ച സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് തോന്നുന്നു. പഠിച്ച സാധനം അവര് കണ്ട സാധനമാണ്, മീൻസ് കണ്ട് പഠിച്ചു വന്ന സാധനങ്ങൾ അവര് പഠിച്ചിട്ടില്ല, അവര് റീക്രിയേറ്റ് ചെയ്യണേ. ഓക്കെ, പഠിച്ചിട്ട് അവര് അവരുടെ രീതിയിൽ ചെയ്യാനുള്ള ആരാണെന്ന് ഞാൻ പറയണ, അവരുടെ രീതിയിൽ ചെയ്യണ ആൾക്കാരുണ്ട്. ഒരാളെ ഞാൻ എടുത്തു പറയാം, അനീഷാണ്. അതെ അതെ, പുള്ളിയുടെ രീതിയിലാണ് പുള്ളി ചെയ്യുന്നത്. അതെ, അതും പല പല വേർഷൻസ് ഓഫ് പ്രീവിയസ് കണ്ടസ്റ്റൻസ് ആണ് പുള്ളി. പുള്ളിയുടെ രീതിയിൽ പുള്ളി ഒരു സാധനം ചെയ്യണം, പക്ഷെ അത് പുറത്ത് സക്സസ് ആണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, അത് റീക്രിയേറ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ടൊന്നും നമുക്ക് വിഷയമില്ല. കാര്യം ബാക്കി എല്ലാവരും ആ ടെംപ്ലേറ്റിൽ വന്ന ആൾക്കാരാണ്. സെയിം രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ സീസണില് അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ സീസണില് സദാചാരം വർക്കായി, ഈ സീസണിൽ സദാചാരം വർക്കായോ? ഇല്ല, ഓടിക്കും ആൾക്കാർ. ഇല്ല ഇല്ല, അത് തീർന്നല്ലോ അവിടെ അങ്ങോട്ട്. അതെ, പക്ഷേ ഇപ്പോഴും കഴിഞ്ഞ സീസണില് LGBTQയുടെ എതിരെ നിന്നു അതെ ഒരാള്, ഫൈനൽ വരെ എത്തി. ഈ സീസണിൽ LGBTQയുടെ എതിരെ നിന്നു, ഭയങ്കര വിമർശനമാണ് കിട്ടിയത്. ലാലേട്ടനടക്കം തീർച്ചയായിട്ടും. അപ്പൊ അത് എല്ലാ സീസണിലും ചെയ്യണത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കന്നെ നടക്കൂല. അവരുടെ രീതിയിൽ അവർക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാം. കോണ്ടസ്റ്റൻസ് എങ്കിലും മാറി, ബട്ട് കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയ ആളുകൾ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ. നമ്മൾ എന്താണെന്നുള്ളതാണ്. ഇതിന്റെ പ്രൊമോ വന്നപ്പോ തന്നെ ലാലേട്ടൻ ശരിക്കും ബോൺ ചെയ്യുന്നുണ്ട് എല്ലാവരും. ഈ കളി കളിക്കല്ലേ, ആ കളി കളിക്കല്ലേ. കുടുംബത്തിന് പറയരുത്. അത് നമ്മ സ്റ്റാർട്ടിങ്ങിൽ നമ്മ കാണുമ്പോ നമ്മ ഓർക്കും ഇത് പറഞ്ഞിട്ട് ഇത് തന്നെയാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ആയിരിക്കും, പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുമ്പോ ചോദ്യം ചെയ്യുന്നുണ്ട് ലാലേട്ടൻ. അതെ, തീർച്ചയായും. എനിക്ക് തോന്നുന്നു ഈ തവണ ലാലേട്ടനാണ് കുറച്ചും കൂടെ കളിക്കുന്നത്. ലാലേട്ടൻ ഞാനൊരു ഫാനാണ് ബിഗ് ബോസ് മോഹൻലാലിന്റെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ മോഹൻലാൽ ഈ സീസൺ അടിപൊളിയാണ്. ഞാനേ ഒരു പ്രാവശ്യം ബിഗ് ബോസ് 5 അഖിൽമാരൊക്കെ ഉണ്ടായ സമയത്ത് ലാലേട്ടൻ കൈയടിച്ചു. അതുപോലെ ബാക്കി എത്ര ഇതുണ്ടായി, ഈ പ്രാവശ്യം എന്റെ മോൻ പറഞ്ഞപ്പോ ശരിയല്ലേ ലക്ഷ്മി, അതൊരു സന്തോഷമുണ്ടോ? അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം ആ സമയത്ത് ലാലേട്ടൻ പറയുന്ന ആ ഒരു ഇതിൽ അങ്ങനെ കാണിച്ചപ്പോ, കാരണം ഞാൻ എല്ലാ ബിഗ് ബോസും കാണും. എനിക്ക് ലാസ്റ്റ് ഇയറിലെ ബിഗ് ബോസ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, ഒനിലിനോട് അത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ ഒനിലിനത് മറ്റുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല ഒനിലിന്റെ കയ്യിൽ നിന്ന് അത് വന്നത്. ഇപ്പൊ അവേർഡ്സും 50ാമത്തെ ഡേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 50 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം ഇതുവരെയുള്ള ഗെയിം വെച്ച് നോക്കുമ്പോൾ ഒനിലിന്റെ ഒപ്പം തന്നെ ഫൈനൽ 5ലേക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെ ആയിരിക്കും? ഒനില് ടോപ്പ് 5 വന്നോന്നാണ് ആഗ്രഹം. അല്ല, ഒനിലിന്റെ ഒപ്പം ബാക്കിയുള്ളവര് വന്നോന്ന് തന്നെയാണ് ആഗ്രഹം. അതെല്ലാരും കണ്ട് ഇഷ്ടപ്പെട്ട് വോട്ടുകളും ചെയ്യുക. അത് ഇഷ്ടപ്പെട്ടാൽ അത് ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിലാണ്. ആരെന്ത് എല്ലാം കളി കളിച്ചാലും പുറത്ത് പുള്ളിയുടെ കളി ഇഷ്ടപ്പെടാതെ ഒന്നും നടക്കില്ല. പുള്ളിയുടെ കളി ഇഷ്ടപ്പെടുന്നതാണ് നമുക്ക് വിശ്വാസം. അതെ, ഞാൻ ചോദിക്കുന്നത് ഒനിലിന്റെ ഒപ്പം, ഒനില് ഒരു ടോപ്പ് 5 ഒനില് 4 ബാക്കി. അനീഷ് ഈസ് മൈ വിന്നർ അറ്റ് ദ മൊമെന്റ്. ഈസ് മൈ വിന്നർ. ഓഹോ, ചേട്ടനുണ്ടായിട്ടും ഈസ് മൈ വിന്നർ. കാരണം അയാള് അങ്ങനെ കളിക്കുന്നുണ്ട് പുള്ളി. അനീഷാണ് ഇപ്പൊ നിലവിൽ അങ്ങനെ നിൽക്കുന്നത്. എനിക്കൊന്ന് ഈ ഒരാഴ്ച മാത്രം അനീഷ് താഴെ പോയി. എന്റെ ചേട്ടൻ ഓഫ് കോഴ്സ്, എന്റെ ചേട്ടന്റെ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ആ ക്വാളിറ്റി എനിക്ക് ഒരിക്കലും മാറ്റി പറയാൻ പറ്റില്ല. ആ ക്വാളിറ്റി അവിടെ ഫൈനലിൽ എത്തിയിരിക്കണം. കാരണം അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കേരളത്തിന് തന്നെ
ഒരു ആ ഒരു ക്വാളിറ്റി വേണം. അതാണ് ക്വാളിറ്റിനെ കൂടി പ്രിഫർ ചെയ്യുന്ന എനിക്കത് അത് കാരണം മാത്രമല്ല. പുള്ളിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി ഞാൻ ടോപ്പ് 5 പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം. അടുത്തത് ഞാനത് കൊറേ പറഞ്ഞേ ലാസ്റ്റ് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും സ്റ്റഡി ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതെ അതെ നമുക്ക് പറയാം. ഒരു 1% ആളുകൾ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, എത്തിയിട്ടില്ല. അതാണ് ഈ സീസണിന്റെ ഏറ്റവും വലിയ അനീഷ് വിജയം. എന്തായാലും അനീഷിന്റെ കളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അതേ എനിക്കിപ്പോ പറയാൻ പറ്റണുള്ളൂ. അനീഷ് അടിപൊളിയാണ്. ഇങ്ങനെ അനീഷ് വന്നില്ല, ഒരു ബാക്കി 3 പേരെ ചുമ്മാ പറയാൻ പറഞ്ഞാൽ പോലും ആരുമില്ല, അത് നേരത്തെ പറഞ്ഞില്ല, സഞ്ജു പറഞ്ഞില്ലേ, ഒരു 1%ലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല എന്നല്ല, അവര് കുറച്ചും കൂടി ഇപ്പോഴെല്ലാവരും അപ്പാവണം. എല്ലാരും ഇൻക്ലൂഡിങ് മൈ ബ്രദർ എല്ലാരും ഒന്നും കൂടി ഒന്ന് പൊങ്ങാനുണ്ട്. അതെ, എല്ലാരും ഒന്ന് ഇൻക്ലൂഡിങ് ഇംപ്രൂവൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഒരു ഗെയിം സാധാരണ ഇപ്പൊ ഹോട്ടൽ ടാസ്കിലേക്ക് കയറുന്ന ആൾക്കാർ കുറച്ചൊന്ന് ഷേക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഈ 3 പേര് വന്നതിൽ ഒന്ന് കുറച്ചൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ട ഗെയിം ചേഞ്ചർ ആരാന്ന് ചോദിച്ചാൽ ആര്? ചാലഞ്ചേഴ്സ് അല്ല, ഗസ്റ്റില് അതിൽ ചലഞ്ച് ചെയ്തത് ശോഭവിഷ്ണുനാഥാണ്. ശോഭവിഷ്ണുനാഥാണ് ഒരു കറക്റ്റ് സ്ട്രാറ്റജി വെച്ചിട്ട് ഉപയോഗിച്ച് വന്നത്. കാരണം അവര് ഇൻഡയറക്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്തത്. ഡയറക്റ്റ് ആയിട്ട് ചെയ്തതന്നെ ദേ ഓൾറെഡി പ്ലാൻ. ഇപ്പൊ ഗസ്റ്റ് ആയാലും ടു റിപ്ലൈ ദേ ഓൾറെഡി പ്ലാൻഡ് ഇറ്റ്. അപ്പൊ ശോഭവിഷ്ണുനാഥിന്റെ ഇതിലാണ് മാത്രമാണ് അവർക്ക് മനസ്സിലാത്തത് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്. കാരണം അവര് ഒരു എന്റെ ചേട്ടന്റെ ഇഷ്യൂ നടന്ന ഒരു സംഭവം നടന്നതിന് ലക്ഷ്മി ഒരു മറ്റേ ഫോൾസ് അലഗേഷൻ ചെയ്തൊരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് ഇവിടെ ഛർദ്ദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ശോഭവിഷ്ണു. ഇത് തുടച്ചു മാറ്റാൻ അവിടെ ഒരു ഛർദ്ദിച്ചിട്ടുണ്ട്, തുടച്ചു മാറ്റാൻ ജനറൽ മാനേജർ തന്നെ തുറക്കട്ടെ എന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് അതാണ് വേണ്ടത്. ഡയറക്ട്ലി വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ് ഇത് പ്രീവിയസ് സീസൺ അല്ല കിട്ടും. അതിന്റെ അകത്ത് കയറി റിയാസ് പറഞ്ഞ മാഡ് ഹൗസ് ആണെന്നാ പറഞ്ഞ, ലിറ്ററലി മാഡ് ഹൗസ് ആണ്. ബിക്കോസ് ഡേ 1 തുടങ്ങി എല്ലാവരും ഫ്രണ്ട് ഫുട്ടിലാണ്. കാരണം അവര് പേസ് ഡൗൺ ചെയ്തിട്ടില്ല. അപ്പൊ ഇനിയിപ്പൊ പഴയ സീസണിൽ ഏത് കൊല്ല കൊമ്പനെ കെട്ടി വെച്ചാലും മാറി ഇരുന്നോളാൻ പറയും. അതാണ് ഇപ്പത്തെ ഈ ഒരു ടാസ്കില് ശോഭവിഷ്ണു അതാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ഗസ്റ്റുകളില്. ഇൻ കേസ് വേറെ ഇപ്പൊ അഖിൽമാരാർ പുറത്തുനിന്ന് സംസാരിച്ചു, ഇങ്ങനല്ല ആ ടാസ്കിനെ ഡീൽ ചെയ്യേണ്ടത്, ഇവിടുന്ന് പോയ ആൾക്കാരാണേലും നന്നായിട്ട് ഡീൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ? ഞാനിപ്പോ ശോഭവിഷ്ണുനാഥ് അടിയിലോട്ട് കളിച്ചെന്ന് പറഞ്ഞല്ലോ, അതാണ് എന്റെ അഭിപ്രായം. മെയിനായിട്ട് നന്നായിട്ട് ഡീൽ അഖിൽമാരാർ പറഞ്ഞത് പുള്ളിയുടെ പെർസ്പെക്റ്റീവ് ആണ്. അത് നമ്മളത് അംഗീകരിക്കണം എന്നില്ല. ഓരോ ആൾക്കാരുണ്ട്. ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞ പോലെ ചെയ്ത ഗസ്റ്റുകളും ഉണ്ട് ബാക്കി 2 പേരില്. ഓക്കെ അങ്ങനെ ഉണ്ട്. ശോഭവിഷ്ണുനാഥ് പക്ഷെ എനിക്ക് അതില് കൂട്ടാൻ പറ്റണില്ല. കാരണം ശോഭവിഷ്ണുനാഥ് അടിപൊളിയായിരുന്നു. അവരുണ്ടായപ്പോ അവര് ചെയ്ത ആ ഒരു പ്ലേ അടിപൊളിയായിരുന്നു, കാണാൻ രസമായിരുന്നു. അവര് കൊടുക്കേണ്ട കൊട്ടുകളും കൊടുത്തു, മറ്റവർക്ക് കൊടുക്കാൻ പറ്റാത്തത് ഇവര് കൊടുത്തു. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും പറഞ്ഞേ പറ്റൂ. ഞങ്ങളുടെ മോന്റെ പ്രശ്നമുള്ള സ്ഥലം തുടപ്പിച്ച് അത് അതിലല്ല അത് ആക്ച്വലി അത് അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്ന ഒരു ഇതുണ്ട്. നമുക്ക് പുള്ളിനാഥന് ചെയ്തല്ല, മറ്റവരെ കൊണ്ട് റിംഗ് എക്സ്ചേഞ്ച് ചെയ്യിപ്പിച്ചു ഇവരുടെ മുമ്പിലാ. ആദിലനൂറയുടെ ഗെയിമിനെ എങ്ങനെയാണ് കാണുന്നത്? നൂറയാണ് ബെസ്റ്റ്. എന്റെ മോനൊരു മൈൻഡ് ഗെയിമർ എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തോണ്ടല്ല, പക്ഷെ നൂറ ഈസ് ദ ബെസ്റ്റ് കമ്പയർ ടു ആദില. എനിക്ക് തോന്നണില്ല ഫോർ മീ പേഴ്സണലി ആദിലയാണ് ടാസ്കുകളും ഇതൊക്കെ നല്ലോണം കളിക്കുന്നത്. പക്ഷെ ആദിലയുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ട്. എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അതില് ഇടപെടാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഷാനവാസ് അക്ബർ വിഷയത്തിൽ, ഷാനവാസ് നിവിൻ വിഷയത്തിൽ അതിൽ ആദിലശേരി ഇടപെടാൻ പാടില്ലായിരുന്നു. അത് അവർ അപ്പോളജൈസ് ചെയ്യുന്നുണ്ടല്ലോ ഇന്നലത്തെ അതിലർത്ഥം അവരുടെ കയ്യിൽ നിന്ന് പോയി. അത് 3 പേരും അപ്പോളജൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 പേരും കയ്യിൽ നിന്ന് പോയി എന്നാണ് അർത്ഥം. നോട്ട് ജസ്റ്റ് ബോത്ത് ഓഫ് ദം. ഈ സെയിം സംഭവം തന്നെയാണ്. നിങ്ങൾ ഒരാഴ്ച പ്രസന്റ് ചെയ്തിട്ട് വീക്കെൻഡ് ആവണ വരെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അപ്പോളജൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുകൊണ്ട് വാല്യൂ എന്താണ്? ഇത്രയും ഞങ്ങൾ ഇപ്പൊ എന്റെ ചേട്ടനാണ്, ഇപ്പൊ ഒനിയിലാണെന്നുണ്ടെങ്കിൽ പോലും അത്രയും ടോർച്ചർ അനുഭവിച്ചു.
അത് ബാക്കിയുള്ളവർക്ക് വല്ലവരുടെയും വീട്ടിലെ കാര്യമാണ്. ഈ വീട്ടിലും നമ്മളാണെന്നുണ്ടെങ്കിൽ അറിയാവുന്നവരും ഇതേ ടോർച്ചറിൽ കൂടി സോറി പോയിക്കൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ അത് സിമ്പതി അല്ല, അത് ആക്ച്വലി നിങ്ങൾ തോറ്റുപോയി എന്നാണ് എൻ്റെ അർത്ഥം. അതെ, ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂല് നിങ്ങൾ തോറ്റുപോയി. പോയി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സ്വയം പാടില്ലായിരുന്നു. മനസ്സിലായി, നിങ്ങളുടെ മറ്റേ ആളുടെ കോൺഫിഡൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളാണ് തെറ്റുകാരൻ. അത് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങൾ സോറി പറയുന്നത്, അല്ലാണ്ട് അത് സിമ്പതിയോ ഗെയിമോ അല്ല. ലക്ഷ്മി സോറി പറഞ്ഞത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ അമ്മ? എനിക്ക് ആ സമയത്ത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഒനിൽ ഓക്കെ ആയതുകൊണ്ട് നിങ്ങളും ഓക്കെ ആണ് എന്നുള്ളതാണ്. ഓണിൽ ഓക്കെ. ഓണിൽ ഇപ്പൊ എന്റെ ഫാദർ ഇതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ലക്ഷ്മി ഒനിൽ തമ്മിലുള്ള ഇൻസിഡന്റ് അന്ന് പറഞ്ഞതുപോലെ പറഞ്ഞാലും അല്ലേ, ലക്ഷ്മി എന്താ ചെയ്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒനിലിനെ പോലുള്ള ഒരാളുടെ നിന്ന് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഈ ഹാൻഡിൽഡ് വെരി ഗ്രേസ്ഫുള്ളി എന്ന് എനിക്ക് പറയാൻ. നല്ല മെച്യൂരിറ്റി. അത് തന്നെയാണ് ഈ കൊച്ചു മുഴുവൻ പറയുന്നത്. അതെ, ഇത് ഹാൻഡിൽ ചെയ്ത എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ഇതേപോലെ ഹാൻഡിൽ ഒത്തിരി പലരും കണ്ടസ്റ്റൻസിന്റെ അല്ല, അത് കണ്ടസ്റ്റൻസ് ഹാൻഡിൽ ചെയ്യണതിന്റെ അല്ല, അതൊരു മനുഷ്യനെ ഹാൻഡിൽ ചെയ്യണത് ഭയങ്കര പണിയാണ്, ബുദ്ധിമുട്ട്. അങ്ങനെ പലരും പല രീതിയിൽ. എന്റെ ഫ്രണ്ട്സ് തന്നെ പലയിടത്തും കണ്ടിട്ട് ഇവരെല്ലാം വളരെ ബേഴ്സ്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ അത് വളരെ നല്ല രീതിയിൽ ഉദാത്തമായ രീതിയിൽ അത് മാറി എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പൊ ഞാൻ അവസാനം ഞാൻ പറയില്ലേ, ഞാൻ ഇത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ കണ്ടസ്റ്റൻസ് എത്ര സ്മാർട്ട് ആയിട്ട് എത്ര ബ്രില്യൻ്റ് ആയിട്ട് വിളിച്ചാൽ അൾട്ടിമേറ്റ്ലി ഗോസ് ടു ദി പ്രേക്ഷകരിൽ. അവരുടെ വോട്ട് അങ്ങനല്ല, പുള്ളിയുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെന്ന് അറിയാം പുള്ളിക്ക്. അപ്പൊ അത് പുള്ളി അത്രയും കോൺഫിഡന്റ് ആണ്, അത് നാട്ടുകാരെ അറിയണമെന്ന്. അല്ല, ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും കേട്ടോടെ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇതൊക്കെ ബോഗസ്, വളരെ ഇതെല്ലാം ഇത് എത്ര ഉള്ളു, അത് അവസാനം ഇങ്ങനെ വരുള്ളൂ എന്ന് പ്രത്യേകം പറയാം. അത് പുള്ളി വിടൂല, പുള്ളിക്ക് ഒരു ഫോൾസ് അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ the reason why he's calm is because he knows he's going to destroy ലക്ഷ്മി. കാരണം പുള്ളിക്കാരി അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ട് പുള്ളി വിടാൻ പറ്റൂല പുള്ളിക്ക്. കാരണം അതെല്ലാം ഒരു ഇങ്ങനത്തെ ഒരു ഇഷ്യൂല് പെട്ടുപോണ ആൾക്കാരെ ഒരു അത്രയും ചെറുതാക്കി കാണുന്നുണ്ട്. അവർക്കൊരു എന്താ പറയുക, ഇൻസ്പിറേഷൻ ആണ് പുള്ളി. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ, ഹൗ യു ഷുഡ് സ്റ്റാൻഡ്, എങ്ങനെ നിൽക്കണം, ഇങ്ങനെ ഒരു പ്രഷർ വരുമ്പോൾ ആ പ്രഷർ എങ്ങനെ തിരിച്ചു കൊടുക്കണം, പുള്ളിക്ക് അതറിയാം, പുള്ളി അത് ചെയ്തു. അപ്പം വി ആർ ഓൾ കോൺഫിഡന്റ് അബൌട്ട് ഹിം. ഓഫ് കോഴ്സ് ഞങ്ങളെല്ലാം നമ്പായിരുന്നു, ഞങ്ങള് വിഷമിച്ചിരിക്കണാണ്. കാരണം അങ്ങനത്തെ ഒരു ചീപ്പ് ഗെയിമാണ്, ചീപ്പ് മെന്റാലിറ്റി ആണത്. അപ്പോ അവരുടെ റൂഡ്നെസ് അവര് ഇറക്കുമ്പോ അത് കാറ്റി പറഞ്ഞ ഒണിലിന് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒണിൽ വിടൂലെന്ന് തന്നെ ഉറപ്പാണ്. കാരണം അങ്ങനെ തന്നെയാണ് നടന്നത്. തീർന്നിട്ടില്ല, ടു ബി ഓണസ്റ്റ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒനിലിന്റെ കളികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പം ലക്ഷ്മി എന്നുള്ള കണ്ടസ്റ്റന്റ് പുള്ളി വെട്ടി നോമിനേഷൻ ചെയ്തപ്പോൾ ലക്ഷ്മി ഒന്നും ചെയ്യാനില്ല. ലക്ഷ്മി സോറി പറഞ്ഞ് എഴിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി അവിടെ സോറി പറഞ്ഞ് തോറ്റു. ലക്ഷ്മി എന്തോരം താഴ്ന്നു, അപ്പൊ വളരെ താഴ്ത്തിട്ട് പോയി. ഒനിലിന്റെ പുറകെ നടന്ന് സോറി പറയാൻ ടോയ്ലറ്റിൽ നിന്ന് തന്നെ കഴിക്കും. അത് തന്നെയല്ല, ഒരു ആത്മാർത്ഥത ഇല്ലാത്ത സോറി പറച്ചില്ലായിരുന്നു. അതുകൊണ്ട് അത് ലാലേട്ടനോട് പ്രത്യേകം പറയുകയും ചെയ്തു, ഞാൻ പാസ് ചെയ്തു പോകുമ്പോ ഒനിൽ സോറി. ഇത് അങ്ങനെ പറഞ്ഞ തീർക്കാനുള്ള ഒരു ഇൻസിഡന്റ് അല്ലായിരുന്നു. ലക്ഷ്മീന ഇപ്പൊ ഞങ്ങള് പറഞ്ഞെങ്കിൽ ലക്ഷ്മി ആ ഒരു ഗെയിമില് അവർക്ക് എന്ത് രീതിയിലാണെങ്കിലും കളിക്കാം, പക്ഷെ അവർ ഈ കാര്യത്തിൽ തോറ്റുപോയി. അവർ പുറത്തുനിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെയ്യുന്ന പോലെ അങ്ങനെ ഒന്നുമില്ല. ഇത് ഞാൻ പറയാം, ഇത് അവര് ശരിക്കും പറഞ്ഞ അവർക്ക് എനിക്ക് തോന്നുന്നുള്ള അവര് എഗെയിൻസ്റ്റ് ആണെന്ന് LGBT
അല്ല അവർ ഓൾറെഡി അവരുടെ ഫേസ്ബുക്കിൽ Instagram ഒരു ല് പോസ്റ്റ് അത് മാത്രമല്ല ചെയ്തിട്ടുണ്ട്. അവരവിടെ അവരെ അഗേൻസ്റ്റ് അല്ല, അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുക, റിയാസ് അലിയും വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കുക, ഇങ്ങനെ സംസാരിക്കുക, അതേ അവര് ചെയ്യണുള്ളൂ. വേറെ എന്തെങ്കിലും ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് അവര് ആക്ച്വലി വെരി നാരോ മൈൻഡഡ് ആണ്, അതെ. എക്സ്ട്രീംലി നാരോ മൈൻഡഡ് ആണ്. അവർക്ക് വേറെ ചിന്തയില്ല, ഇതിങ്ങനെ പോകേണ്ടത്. അല്ല അവരുടെ കോൺവെർസേഷൻ അവരങ്ങനെ പോയതുകൊണ്ടാണ് ഉണ്ണിന്റെ അടുത്തും പോയിട്ട് ഇങ്ങനെ സംസാരിച്ച്, അപ്പൊ അവർക്ക് ഇങ്ങനെ കിട്ടി, അത്രേ ഉള്ളൂ. അതെ, അവര് അവരെ പൂട്ടാൻ പറ്റുന്ന ആൾക്കാർക്ക് അവരെ പൂട്ടാൻ പറ്റും ഈസിലി. പക്ഷെ അത് പിടിക്കേണ്ട ടോപ്പിക് പിടിക്കേണ്ട ആൾക്കാർ പിടിക്കണം, അത്രേ ഉള്ളൂ. മിസാൻഡ്രി അവിടെ അവരെ പൂട്ടാനുള്ള ആൾക്കാർ ഒണിയിൽ മാത്രമല്ല, അവിടെ ആൾക്കാരുണ്ട്. അവര് വീണു കൊടുക്കും. അതിന് വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും കുറെ ക്ലാസിക് waiting ടാസ്കുകൾ അല്ല. വരാനായിട്ടുണ്ട്. ഇപ്പൊ It's not waiting. കോർട്ട് റൂം ഇതൊക്കെ ഉണ്ടല്ലോ. നോട്ട് അബൌട്ട് വെയിറ്റിംഗ്, ഇറ്റ്സ് അബൌട്ട് പുള്ളിക്കാരുടെ സ്ട്രാറ്റജി അത്ര വലിയ മറ്റേ ഭയങ്കര ഐക്യമൊക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാരോ മൈൻഡഡ് പേഴ്സൺ ആണ്. ഷീ വാസ് ഇൻ ആ ക്യാരക്ടർ ആൻഡ് ആ ലൂപ്പ് ഹോളും പുള്ളിക്കാരി കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ലക്ഷ്മി വന്നില്ല, ആദില വന്നതും ക്യാപ്റ്റൻസി. അതെ അതെ അതെ. മനസ്സിലായോ? അപ്പൊ മനസ്സിലാക്കുക, ഒരു ഗെയിം മര്യാദ കളിച്ചാലേ ക്യാപ്റ്റൻസിയിൽ വരുള്ളൂ. അത് നമ്മള് കാണാത്തത് പലതും അവര് കാണുന്നുണ്ട്. കാര്യം വി ആർ നോട്ട് വാച്ചിങ് 24/7 ലൈക്ക് ഓൾ ആംഗിൾസ്. അവരാണ് ആക്ച്വലി കണ്ടോണ്ടിരിക്കണം. ഞാൻ ആദിലയുടെ മറ്റേ ഇത് പറഞ്ഞോണ്ട് ഞാനിപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അതിലെ ഈ ഷാനവാസിന്റെ സ്റ്റേറ്റ്മെന്റ് അതായിട്ടില്ല. ഒരു യോജിപ്പില്ല. ആ ഗെയിം അതിലെ കളിച്ചു, അങ്ങനെ പോലും ലക്ഷ്മി കളിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കളിച്ച ഞാൻ പറയും ലക്ഷ്മി കളിച്ചിട്ടുണ്ടെന്ന്. ലക്ഷ്മി സ്റ്റേൺ ആയിട്ട് നിന്ന് നോക്കി, ഈ കാര്യത്തിലൊക്കെ സ്റ്റേൺ ആയിട്ട് നിന്ന്. ജനറൽ മാനേജറിന്റെ ആ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ലക്ഷ്മിക്ക് ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കാം. ലക്ഷ്മിക്ക് വേണമെങ്കിൽ സാബുമാരുടെ അടുത്ത് ചോദിക്കാൻ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. എന്താണ് മാജിക് പവർ ഉള്ള ഒരാളുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞ ആളടുത്ത് അവര് ചോദിക്കണ ചോദ്യം ശോഭ മാമിന്റെ ബിസിനസ് വലുതാകോ, അത് തന്നെ ഒരു അല്ല ഇതേപോലത്തെ പൊട്ടത്തരം ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത്. അതേപോലെ ഈ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒന്നിയിൽ ഡേ 1 ചെന്നിട്ട് ചോദിക്കണേ എനിക്ക് നാളെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അവൻ അപ്പൊ തന്നെ അവന് മനസ്സിലായില്ല, ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ പിന്നെ എന്ത് ചെയ്യും? നാളെയും വന്നിട്ട് എന്നെ ഓട്ടത്താക്കാൻ പറ്റും? ചോദിക്കത്തില്ല. ഇപ്പൊ പിന്നെ മനസ്സിലായിട്ടില്ല, അപ്പൊ അവനെ വിട്ടേക്ക്, എന്തിനാ അവന് സ്പേസ് കൊടുക്കണം? അങ്ങനെയുള്ള പക്ഷെ ആ പുറത്ത് നിൽക്കുന്ന ഒരു ആൾക്ക് ഒരു സഹതാപ തരംഗം നിലവിലുണ്ടായിട്ടുണ്ട്. സാബുമാൻ വോട്ട് ചെയ്തു എന്ന് പറയുന്നു. അപ്പം ഗെയിം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒന്നിൽ റിപ്ലൈ കൊടുത്തേനെ. അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തിനാണ് വോട്ട് ചെയ്തത്? ഇല്ല, ഓർഗാനിക് ആയിട്ട് അവിടെ ഗെയിം കളിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ട് കളിക്കുന്നില്ല. അത് അവന്റെ പെർസ്പെക്റ്റീവിൽ അവൻ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയോ, അവൻ പേടിച്ചാ നിന്നത്. അവൻ ഇപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അവന് മനസ്സിലായിട്ടില്ല. ശരിയാണ്. ബട്ട് അവിടെ നിലവാരം താഴെ ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്തായാലും പോട്ടെ. ഒരാൾ ഇന്ന് അല്ല രണ്ടുപേരിന്ന് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗെയിം ഇനിയും കാണാം. ഞാൻ പറഞ്ഞില്ല, അവൻ വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. പക്ഷെ അൺഫെയർ എവിക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിന്റെ അകത്ത് വരുന്നില്ല. ബിക്കോസ് എല്ലാവരും ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാവരും കണ്ടസ്റ്റൻസ് ആണ്. അവര് മുന്നോട്ട് പോകണം, നമ്മൾ ട്രൈ ചെയ്യണം. കഴിഞ്ഞ എവിഷനില് ഏതെങ്കിലും അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? കഴിഞ്ഞു പോയ എവിഷൻസിൽ? ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടില്ല നിലവില്. പിന്നെ കഴിഞ്ഞ എവിക്ഷനില് അൺഫെയർ ആയിട്ട് തോന്നുന്നത് ലക്ഷ്മി പോവാത്തതായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മ ഗെയിമാണ്. അവര് പണി പാളിപ്പോയി, അവരുടെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ അവർക്ക് ചാൻസ് കൊടുക്കാം. മസ്താനിക്കൊക്കെ ചാൻസ് കൊടുത്താണ്. സദാചാരത്തിൽ മസ്താനി ഉണ്ട്. മസ്താനി അവിടെയും പോയി പണി പാളിച്ചപ്പോ മസ്താനി പോയി. ഓക്കെ, ലക്ഷ്മിക്ക് ഒരു വാർണിംഗ് ഉണ്ട്. ഇപ്പൊ ലക്ഷ്മി അങ്ങനത്തെ ഇഫ് ഷീ ക്യാൻ ഗെറ്റ് ബെറ്റർ ഇൻ ദ ഗെയിം, ഗുഡ് ഫോർ ഹർ. സീരിയസ്ലി ഇറ്റ്സ് ഗുഡ് ഫോർ ഹർ. പുള്ളിക്കാരി കളിക്കാൻ പറ്റും, കളിക്കട്ടെ. ഓക്കെ, നോക്കാം. എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് ഒരു എൻഡിങ് ഉണ്ടാവട്ടെ. ഒന്നിൽ വിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും നമുക്ക് വീണ്ടും ഇരിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഞങ്ങൾ മീൻസ് എന്തെങ്കിലും ഫാമിലി വീക്ക് ഒക്കെ പോയിട്ട് വരുമ്പോ നമുക്ക് വീണ്ടും ഇരിക്കാം. ഒന്നിൽ വന്നതിന് ശേഷം വീണ്ടും ഇരിക്കാം. ഇല്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ. അല്ല, വേറൊരു കാര്യമുണ്ട്. മമ്മി റെഡിയാണ്, മമ്മി പോവാൻ ആഗ്രഹമുണ്ട്. പോകും. അതെ, ആ കോൺഫിഡൻസ്
കോൺഫിഡൻസ് ആണ് ഇവിടെ My son. നൈസായിട്ട് ചോദിച്ചു എന്നെ കൊണ്ട് പോകുന്നു. അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഏഷ്യനെറ്റിലെ അവൻ പോകുമ്പോ എനിക്ക് ശരിക്കും വയ്യായിരുന്നു അവിടെ നിന്ന് പോകുമ്പോ. അപ്പൊ ഡാഡിനെയും കൊണ്ടുപോയി. അവിടെ ഒരാളെ പെർമിറ്റ് നമ്മള് ഞാൻ പോകും എന്തെങ്കിലും ഗെയിം ഇടങ്ങി ഞാൻ കളിക്കും. അത്രേ ഉള്ളൂ. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ പോകും ചെന്നൈയിലേക്ക്. അത്രേ ഉള്ളൂ. ഫോണിലോട് പറയാണ് ഞാനായിരിക്കും ചിലപ്പോ അവിടെ പോയിട്ട് ഞാനിവിടെ നിന്നോട്ടെന്നെല്ലാം ചോദിച്ചാൽ അതുമായി. പിന്നീട് അടുത്ത് പോയി ചോദിച്ചു ആ ഫാമിലി ഐ ആം കോൺഫിഡന്റ് ഞാൻ ആ ഫാമിലി വീക്കിൽ പോകും. അതെന്റെ വിശ്വാസമാണ്. എന്റെ മോൻ എനിക്ക് സാധിച്ചു തരും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എന്റെ വിശ്വാസം. ഞാൻ കണ്ടേക്കുന്ന ഏറ്റവും വലിയ ബിഗ് ബോസ് ഫാൻ മമ്മിയാണ്. അപ്പൊ മമ്മിയാണ് ആക്ച്വലി മമ്മിയുടെ ഒരു ഡ്രീം കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? മോനിരിക്കാൻ കാരണം മമ്മിയാണ്. മമ്മി എപ്പോഴും വന്ന് പറഞ്ഞു എനിക്ക് അവിടെ കാണുന്നു, എനിക്ക് അവിടെ കാണണമെന്ന്. അതാണ് കാണിച്ചു കൊടുക്കാൻ പുള്ളി. അഖിൽമാരാർ വന്നപ്പോ എന്റെ മോൻ ഓടിച്ചത് പറഞ്ഞില്ലേ, എന്റെ ഇൻസ്പിറേഷൻ എപ്പോഴും പുള്ളിയായിരുന്നു. മമ്മി 3 പ്ലേയേഴ്സിന്റെ ഫാനാണ്. മമ്മി അല്ല 3 അല്ല, മമ്മി ശോഭ വിശ്വനാഥും അഖിൽമാരാരുടെ ഭയങ്കര ഫാനാണ്. എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു അറിയാം. ഞാൻ ശരിക്കും ഐ ലവ് ടു സീ ഓണിയില് മറ്റേ എന്താണ് അഖിൽമാർ സാബുമോൻ ഏതാണ്? ഫസ്റ്റ് സീസൺ ആദ്യത സാബു ഫാനല്ല, സാബു. ഞാൻ മാൻ ഞാൻ പറഞ്ഞില്ല, സാബുമോൻ തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മമ്മി ആ സീസൺ പേളിയായിരുന്നു. ഞാൻ പേളി. അവരുടെ കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ ആ എന്റെ എന്ന് വെച്ചാൽ ഞാൻ ആ സൈഡിൽ കൂടി ഒരു നോഷൻ പിടിച്ചു പോകണേന്ന്. നമുക്ക് അധികം പ്രശ്നമൊന്നും സത്യമായിട്ടും അതാണ്. വെറുതെ അല്ല സാബുമാന്റെ ഫാൻ ആയത്. സാബുമാന്റെ ഫാനാണ് ഞാൻ പറഞ്ഞത്. സാബുവിനെ വോട്ട് ചെയ്തത് പറഞ്ഞില്ലേ? മനസ്സിലായി. അഡ്വക്കേറ്റ് സാബുമാൻ. എല്ലാരും വോട്ട് ചെയ്യണ ഒരു കാരണം ഉണ്ടല്ലോ, ഒരു സഹതാപം. വോട്ട് അവിടെ പുറകെ പോകാനായിരിക്കും മനസ്സിലാക്കണം. സാബുമാൻ നാളത്തേക്ക് വെക്കാം. നമുക്ക് പറഞ്ഞുവിടേണ്ടവർ ഇന്ന് പറഞ്ഞുവിടാം. സാബുമാനെ ഇങ്ങനെ തീറ്റിട്ട് വളർത്താൻ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതെല്ലാരും ചെയ്യണേ. നാളെ ഒളിയിൽ വന്നാലും സാബുമാൻ ഉണ്ടെങ്കിൽ ആൾക്കാർ സാബുമാൻ ചെയ്യാൻ പോണേ. ഇങ്ങനെ പോണോന്നൊക്കെ വിജയിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. ഞാൻ ഇത്ര ഡീപ്പായിട്ട് ചിന്തിച്ചില്ല. നിങ്ങള് തീറ്റയിട്ട് സാബുമാനോടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഓഡിയൻസ് ആൾക്കാർ ചെയ്യണത് ഞങ്ങളല്ല. ഞാൻ വോട്ട് ചെയ്തില്ല. എനിക്ക് അഭിലാഷം ഉണ്ടെങ്കിൽ ഞാൻ അഭിലാഷിന് വോട്ട് ചെയ്യും. കാരണം എന്റെ ചേട്ടന് ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ കെട്ടിപ്പിടിച്ച ഒരാളാണ്, കൂടെ നിന്ന ഒരാളാണ്. പക്ഷെ ഞങ്ങൾക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റാത്ത പുള്ളി പോയി കെട്ടിപ്പിടിച്ചോടെ. അത് എടുത്ത് പറയണു എനിക്ക്. അത് അഭിലാഷ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു പേഴ്സണാലിറ്റിയാണത്. എനിക്ക് അഭിലാഷ് എന്റെ ചേട്ടനില്ല. അഭിലാഷ് ഉണ്ടെങ്കിൽ ഞാൻ അഭിലാഷിന് ചെയ്തിരിക്കും. എനിക്ക് പേഴ്സണലി ഒരാളെ തോന്നിട്ടില്ല ഈ ഒരു കൂട്ടത്തിൽ ചെയ്യാൻ വേണ്ടി. ഷാനവാസിനെ തോന്നായിരുന്നു. പക്ഷെ ഷാനവാസിന്റെ ഗെയിം എനിക്ക് സദാചാരമ്മാവൻ കളി കുറച്ച് കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ഗെയിം ലൈക് പുള്ളിയുടെ സ്റ്റാൻഡ് അവിടെ I'm not a big fan. I'm not saying like people should not like him, people should like him. Everyone should like everyone. പിന്നെ എല്ലാവരും പുള്ളിക്കാരനൊക്കെ പറയണത് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതവരുടെ PR ആയിരിക്കും അവർക്ക് ചെയ്യണത്. കാണിക്കണം യൂട്യൂബിൽ കാണിക്കണതൊക്കെ നോക്കണം. യൂട്യൂബിൽ പുള്ളി നല്ലപോലെ ചെയ്താൽ പോലും റിവ്യൂവേഴ്സ് റിവ്യൂ പറയാറില്ല. ഇഗ്നോർ ചെയ്യും. ഇന്നലെ ക്യാപ്റ്റൻസി ജയിച്ചവര് അയാള് ജയിച്ചിട്ടുണ്ട്. പേര് പോലും കാണിക്കില്ല. അവന്റെ പേര് പക്ഷെ അവരൊന്നും നല്ല പേരാണ്. ഓണിയൻ എന്തൊക്കെ പേരാണ്. പക്ഷെ അവര് ചെയ്യാണ്ട് തന്നെ പുള്ളി 50 ദിവസം നിന്നതിലും നമുക്കൊരു സന്തോഷം. അതിന്റെ വിഷമം അവർക്കുണ്ട്. അങ്ങനല്ല നമ്മളടുത്ത് പറഞ്ഞല്ല, ഞാൻ പറഞ്ഞ അതിന്റെ ഒരു സന്തോഷമുണ്ട്. എനിക്കൊരു പേഴ്സണൽ ഒരു സന്തോഷമുണ്ട്. ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് പുള്ളി അവിടെ പുള്ളിന് ഇഷ്ടമുള്ള നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ പ്യോർ പുള്ളിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പുള്ളിനെ അവിടെ നിർത്തുന്നത്. അതെ അതെ. അല്ല മീൻസ് ഇപ്പൊ കുറച്ച് കാണുന്നുണ്ട്, അതാ ചോദിച്ചത് PR ഇല്ലേ. പുള്ളിനെ കണ്ട് പുള്ളിനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. നിങ്ങൾ പുള്ളിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. ചിലപ്പോ പുള്ളിയുടെ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ കാര്യങ്ങള്.
അത് ഒരു ഹ്യൂമൻ അവിടെ ഗെയിം കളിക്കുമ്പോ അങ്ങനെയാണ്. ഇപ്പൊ ഷാനവാസ് അടിപൊളിയായിരുന്നു, ഷാനവാസ് ഇപ്പൊ കുറച്ച് കുറഞ്ഞു. കുറേ ഡൗൺ ഇങ്ങനെ ഇപ്പൊ അക്ബർ അടിപൊളിയാണ്, കുറച്ച് കുറഞ്ഞു. അക്ബർ ഇപ്പൊ പൊളിയായി, അല്ലെങ്കിൽ ഒളിയിൽ ഇപ്പൊ അടിപൊളിയായി, ഒളിയിൽ പിന്നെ പിന്നെ അടിപൊളിയാവും. അതെ അതെ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ആണ്. ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു ബേബി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒളിന്റെ കളികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യു ലൈക്ക് ഒളി, സപ്പോർട്ട് ഒളി, വോട്ട് ഫോർ ഒളി. അതെ ഇഫ് യു ലൈക്ക് ഹിം or else then vote for your favorite player. അതെ നോ പറയാനുള്ളത് അതാണ് ചെയ്യേണ്ടത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ നല്ലതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഞാൻ നിർത്തിയില്ലെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും തീർച്ചയായും. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.